എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഓണത്തെ വരവേൽക്കാൻ മലയാളി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റോഡിലൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ സിറ്റിയിലോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. തുണികളൊക്കെ വാങ്ങുന്ന കടകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വലിയ തിരക്കുള്ളത്. ഓണക്കോടി വാങ്ങാനുള്ള തിരക്കാണ്. അപ്പോൾ ഓണവിശേഷങ്ങൾ പ്രേക്ഷകർ ഞങ്ങളുടെ യൂട്യൂബ് ലൈവിൽ പങ്കുവെക്കുക. എന്തായാലും എല്ലാവരുടെയും വിശേഷം അറിയാൻ താല്പര്യമുണ്ട്. നമുക്കതിനോടൊപ്പം തന്നെ ഒരു മണിക്കൂർ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് കുരുക്ക് മുറുക്കുകയാണ് ഇഡി. റെയ്ഡിൽ 20 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് വീണ നടത്തിയതിന്റെ രേഖകൾ ലഭിച്ചെന്ന അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്നലെ ഇഡി വാർത്താക്കുറിപ്പിലൂടെ പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ ഇപ്പോൾ വിദേശത്ത് പണം അയച്ചതിലെ ഫെമ ചട്ടലംഘനത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. പണമിടപാടുകളിൽ വിശദമായ പരിശോധനയ്ക്കാണ് നീക്കം. വീണ ഉപയോഗിച്ച വ്യാജ സിം കാർഡ് ഉടമയുടെ കൂടുതൽ വെളിപ്പെടുത്തലും ഇന്ന് ഈ വിഷയത്തിലുണ്ടായി. ഇഡി പുറത്തുവിട്ട വിവരങ്ങൾ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. വിഷയത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷനും പരാതിക്കാരനുമായ ഷോൺ ജോർജ് ആവശ്യപ്പെടുമ്പോൾ ഇഡിയുടെ കണ്ടെത്തലുകൾ ഗൗരവമുള്ളതാണ് എന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. രാഷ്ട്രീയം വേറെ ബിസിനസ് വേറെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ വ്യത്യസ്ത നിലപാടാണ് തങ്ങളുടേതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സിപിഐ. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മെയ് 27 നടത്തിയ റെയ്ഡിൽ 20 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് വീണ നടത്തിയതിന്റെ രേഖകൾ ലഭിച്ചെന്ന അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്നലെ ഇഡി വാർത്താക്കുറിപ്പിലൂടെ പുറത്തുവിട്ടത്. 85 ലക്ഷം രൂപ ദുബായിലേക്ക് അയച്ചതടക്കമുള്ള വിവരങ്ങളും ഇഡി ലഭിച്ചെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇതിൽ ഫെമ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത്. മാത്രവുമല്ല, വീണയുടെ പണമിടപാടുകളിൽ കൂടുതൽ പരിശോധനയ്ക്കും നീക്കമുണ്ട്. ഈ വാർത്താക്കുറിപ്പിൽ അനധികൃത സാമ്പത്തിക ഇടപാടുകൾക്കായി മറ്റൊരാളുടെ പേരിലുള്ള സിം ഉപയോഗിച്ചിരുന്നു എന്ന് എഡി പറഞ്ഞിരുന്നു. വ്യാജ സിം ഉപയോഗിച്ചത് ഹവാല ഇടപാടുകൾക്ക് വേണ്ടിയോ എന്ന സംശയമാണ് ഇത് ഉയർത്തിയത്. വീണയുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയത് 85 ലക്ഷം ദുബായിലേക്ക് അയച്ചിട്ടുണ്ട് എന്നതാണ്. പണം എങ്ങനെ അയച്ചു, ആർക്കയച്ചു എന്നതിലാണ് ഇനി അന്വേഷണം നടക്കേണ്ടത്. കോഴിക്കോട്ടെ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവും മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുമായ നന്ദുലാലിന്റെ പേരിലാണ് ഈ വ്യാജ സിം കാർഡ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ നന്ദുലാലിന്റെ പ്രത്യേക മൊഴി ഇഡി രേഖപ്പെടുത്തിയിരുന്നു. റിയാസും വീണയും ആവശ്യപ്പെട്ടതനുസരിച്ച് 2024 സിം എടുത്തു നൽകിയത് എന്നതാണ് നന്ദുലാൽ പറയുന്നത്. ഈ സിം എടുത്തു നൽകിയതല്ലാതെ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഈ സിം ഉപയോഗിച്ചെന്ന് തനിക്കറിയില്ല എന്നതാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെയും വിദേശത്തെയും സാമ്പത്തിക ഇടപാടുകളിൽ ഇടപെടുന്നതിനാണ് സ്വന്തം നമ്പർ മാറ്റി ഇന്റർനെറ്റ് കോളുകൾക്കായി മറ്റൊരാളുടെ സിം വീണ ഉപയോഗിച്ചതെന്ന് ഇഡി കരുതുന്നു. ഇക്കാര്യത്തിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനും സിം കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കാനുമാണ് ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി ദേശീയ ലാബിലെ സൈബർ വിദഗ്ധരുടെ സേവനമടക്കം ഇഡി തേടും എന്നതാണ് വിവരം. CMRL നിന്ന് വീണയ്ക്ക് സേവനത്തിന് ലഭിച്ച പണം തന്റെ അക്കൗണ്ട് വഴി പലരുടെയും അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്തു എന്ന വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് PA മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നത്. വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നതാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. അടിസ്ഥാനരഹിതമായ വാർത്തകൾക്ക് മറുപടി നൽകുന്നില്ല എന്നും റിയാസ് പറയുന്നു. രാഷ്ട്രീയ വശങ്ങൾ പാർട്ടിയും താനും നേരത്തെ സൂചിപ്പിച്ചതാണ് എന്നും റിയാസ് പറയുന്നു. പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. ഇക്കാര്യം പരാതിക്കാരൻ കൂടിയായ ഷോൺ ജോർജ് ആവർത്തിക്കുന്നുണ്ട്. പിണറായി വിജയന് ഉളുപ്പുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണം എന്നതാണ് ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നത്. പിണറായി വിജയൻ സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ച അഴിമതിയുടെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഷോൺ ജോർജ് പറയുന്നത്. ഈ അഴിമതി പണം വെളുപ്പിക്കാനാണ് വീണയുടെ കമ്പനികളെ മറയാക്കിയത് എന്ന ആരോപണമാണ് ഷോൺ ജോർജ് ഇപ്പോൾ ഉയർത്തുന്നത്. പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണ്. കഴിഞ്ഞ 30 വർഷമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 1996 പിണറായി വിജയൻ
വൈദ്യുതി മന്ത്രി ആയ കാലം മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള അഴിമതികൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീണയുടെ എല്ലാ കമ്പനിയും, ഏറ്റവും അവസാനത്തെ ലേക്കർ ഇന്ത്യ, ഇന്ന് ഏതോ ചാനൽ അതിനെ സംബന്ധിച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റമുറി കെട്ടിടത്തിലാണ് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. വീണ ഇന്ന് വരെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പിണറായിയുടെ അഴിമതിക്ക് കൊടപിടിക്കുവാനും അവരുടെ ട്രാൻസാക്ഷനും വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഗുരുതരമായ കാര്യങ്ങളാണ് ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത് എന്നും അത് ഗുരുതരമാണ് എന്നതുമാണ് ഷോൺ ജോർജ് സൂചിപ്പിക്കുന്നത്. ഇ ഡി റെയ്ഡുകളിൽ പ്രതിഷേധിക്കുകയാണ് CPM യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്യുന്നത്. വലിയ രീതിയിൽ രാഷ്ട്രീയമായും നിയമപരമായും ഒക്കെ അതിനെ നേരിടാനുള്ള ഒരു നീക്കം നടത്തുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെയുള്ള തീരുമാനത്തെ പരിഹസിച്ചുകൊണ്ട് നേരത്തെ കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ കേസിന്റെ വിശദാംശങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ കരുതലോടെയാണ് UDF നേതാക്കളുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം. ഇ ഡി അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു റോളുമില്ല എന്നതാണ് മന്ത്രിമാരുടെ നിലപാട്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. വീണയുടെ ഹവാല ഇടപാട് സംബന്ധിച്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ മുൻപാകെ ഈ വിഷയം വന്നിട്ടില്ല എന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വീണ വിജയനെതിരെയുള്ള രേഖാമൂലമുള്ള കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതെന്ന് മന്ത്രിയും KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫ് ആരോപിച്ചു. വീണ വിജയനെതിരായ ഇ ഡി അന്വേഷണത്തിൽ സർക്കാർ ഒരു അഭിപ്രായവും പറയുന്നില്ല എന്നതായിരുന്നു മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഇ ഡി നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇ ഡിയുടെ അന്വേഷണം തുടരട്ടെ, വേട്ടയാടലാണോ എന്ന ചോദ്യത്തിന് ഒരു അഭിപ്രായവും പറയാനില്ല എന്നതായിരുന്നു ഈ വിഷയത്തിൽ കെ മുരളീധരൻ പറഞ്ഞത്. ഇല്ല, സംസ്ഥാന സർക്കാർ ഒരിക്കലും ഇ ഡി ആയിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. കാരണം ഇ ഡി കോൺഗ്രസിൻ്റെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ഒക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ ഇ ഡി എടുത്ത് എങ്ങനെയാണ് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ പോകുന്നത്? ഞാൻ പറയാം, നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ, ഞങ്ങൾ ഈ കേസിനെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. രാഷ്ട്രീയ പ്രേരണ ഉണ്ടെന്നൊക്കെയാണ്, അത് ശരിവെക്കുന്ന രീതിയിലാണോ പോകുന്നത്? ഇ ഡിയുടെ അന്വേഷണത്തിൽ ഒരു രാഷ്ട്രീയ അത് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഏർപ്പാടാണ്. ഞങ്ങൾക്ക് അവരുമായിട്ട് ഏർപ്പാടൊന്നുമില്ല. അപ്പോൾ ഈ ഇ ഡിയുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. മാസപ്പടി കേസിലെ ഇ ഡി അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന CPM വാദത്തെ പിന്തുണയ്ക്കാതെയാണ് പക്ഷേ ഈ വിഷയത്തിൽ CPI ഇന്ന് നിലപാട് വ്യക്തമാക്കിയത്. മാസപ്പടി കേസിലെ ഇ ഡി അന്വേഷണം പിണറായി വിജയന്റെ മകൾ വീണയെയും കടന്ന് PM മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിൽ എത്തി നിൽക്കുകയാണിപ്പോൾ. ഹവാല ഇടപാട് കൂടി സംശയിക്കുന്ന ഇടപാടിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രതിരോധിക്കാൻ CPM ശ്രമിക്കുമ്പോഴാണ് CPI ഈ വേറിട്ട നിലപാട് പ്രകടിപ്പിക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. CPIക്ക് അതിലൊന്നും താല്പര്യമില്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഇത്തരം ഒരു കൊടുക്കലും വാങ്ങലും ഒരു പങ്കും CPIക്ക് ഇല്ല, ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് അതേപ്പറ്റി CPIക്ക് ഒന്നും പറയാനില്ല. ഇല്ല, അത് വേറെ ഇത് വേറെ. ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. CPIക്ക് താല്പര്യമില്ലല്ലോ. ഇപ്പോൾ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്നതാണ് CPI സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അന്വേഷണം മുറുക്കുകയാണ് ഇ ഡി. ഫെമ നിയമ ലംഘനം കണ്ടെത്തിയാൽ വീണയ്ക്ക് കൂടുതൽ കുരുക്കാകും അത്. റിയാസിന്റെ വിദേശത്തും സ്വദേശത്തുമുള്ള വ്യവസായികളായ സുഹൃത്തുക്കളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും ചോദ്യം ചെയ്യലിലും ചില രേഖകൾ ലഭിച്ചെന്ന് ഇ ഡി വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെ രേഖകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഇ ഡി എന്നാൽ വ്യക്തമാക്കിയിട്ടുമില്ല. അതിനാൽ ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ വീണയ്ക്കും റിയാസിനും നിർണായകമാണ്. നമുക്ക് ചെറിയ ഒരു ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം മറ്റു ഫോക്കസ് വാർത്തകളിലേക്ക് എത്താം. കരുവാറ്റയിലെ കൗമാരക്കാർ പ്രതികളായ കൊലക്കേസിൽ തുടർ നടപടികൾ ശക്തമാക്കുകയാണ് അന്വേഷണ സംഘം. ആ വാർത്തയുണ്ടാക്കിയ ഞെട്ടൽ ഇപ്പോഴും ആർക്കും മാറിയിട്ടുണ്ടാകില്ല. ഇന്നലെ ഇക്കാര്യം നമ്മൾ വിശദമായി സംസാരിച്ചതാണ്. സൈക്കാട്രിസ്റ്റായ ഡോക്ടർ മോഹൻ റോയ് ഈ സാഹചര്യങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ ഈ അക്രമ സംഭവങ്ങളിലേക്ക് സാഹചര്യങ്ങൾ എത്തിക്കുന്നത് എന്നതൊക്കെ വിശദമാക്കിയതുമാണ്. ഇത് കേരളത്തിലെ മാത്രം കാര്യമല്ല എന്ന് കൂടി നമ്മൾ ഓർക്കണം. ഫിലിപ്പൈൻസിൽ കഴിഞ്ഞ ദിവസം പിതാവിന്റെ തോക്കുമായി സ്കൂളിലെത്തിയ 9ാം ക്ലാസ് വിദ്യാർത്ഥി സഹപാഠിയെ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത വന്നിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇന്ന് തെലങ്കാനയിൽ നിന്ന് മറ്റൊരു ക്രൂരമായ
കുറ്റകൃത്യത്തിന്റെ വാർത്ത വരികയാണ്. തെലങ്കാനയിലെ നൽഗൊണ്ടയിൽ സ്കൂൾ പ്രിൻസിപ്പലിന്റെ കൊലപാതകം അന്വേഷിച്ച പോലീസ് 2 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പണത്തിനും ആഡംബര ജീവിതത്തിനും വേണ്ടിയാണ് തങ്ങൾ പ്രിൻസിപ്പലിനെ കൊലപ്പെടുത്തിയതെന്ന് ഈ വിദ്യാർത്ഥികൾ മൊഴി നൽകി. ഇത് കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യത്തിന്റെ ലോകവ്യാപക പ്രതിഭാസമോ അല്ലെങ്കിൽ പ്രതിസന്ധിയോ ആണ് എന്നതാണ് ഈ ഓരോ സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ കുട്ടികളെ തിരികെ കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന സമൂഹം ഇനിയുമേറെ കരുതിയിരിക്കണം എന്നതാണ് ഇതൊക്കെയും സൂചിപ്പിക്കുന്നത്. കരുവാറ്റ സംഭവത്തിലേക്ക് പോയാൽ, കരുവാറ്റയിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 ആൺകുട്ടികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോലീസ്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെയാണ് ഈ അപേക്ഷ നൽകിയത്. ഈ അപേക്ഷ ശനിയാഴ്ച പരിഗണിക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. 13-കാരിയെ വൈദ്യപരിശോധനയ്ക്കും കൗൺസിലിംഗിനും വിധേയമാക്കാനും കോടതിയുടെ അനുമതി തേടും. ഈ കുട്ടി ബാഡ് ടച്ച് നടത്തി ഈ കൊല്ലപ്പെട്ട വ്യക്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള പരിശോധനകൾക്കാണ് ലൈംഗികമായി കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിൻ്റെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പരിശോധന നടത്താനായി പോലീസ് അനുമതി തേടിയിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. ലഹരി ഉപയോഗം ഉൾപ്പെടെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു എന്ന സംശയമുണ്ട്. അത് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലും വിശദമായ ചോദ്യം ചെയ്യലും പരിശോധനകളും ആവശ്യമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പും ആവശ്യമാണ്. ഇതിനൊക്കെയാണ് കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുന്നത്. അതേസമയം കുട്ടിയുടെ അച്ഛനാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമവും, ഈ 13 വയസ്സുകാരിയുടെ അച്ഛനാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമവും ഈ കുട്ടികൾ നടത്തിയിരുന്നു എന്നതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. അന്വേഷണ സംഘത്തിന് അക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഒരു ഇവർ പിടിക്കപ്പെടില്ല തങ്ങളെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് എന്തൊക്കെ പറയണം എന്നത് സംബന്ധിച്ച് ഇവർക്ക് ധാരണയുണ്ടായിരുന്നു. ഇവർ എല്ലാവരും അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനങ്ങളിൽ എത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പല സമയത്ത് പലയിടങ്ങളിലായി പിടിയിലായ ഈ കുട്ടികൾ അവർ എല്ലാം ഒരേ വിധത്തിലാണ് പോലീസിനോട് ആദ്യം ചോദ്യം ചെയ്യലിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഈ പെൺകുട്ടിയെ സഹായിക്കാനാണ് എത്തിയത്. പെൺകുട്ടിക്ക് സുഖമില്ലായിരുന്നു. അങ്ങനെ അവരെ കാണാനാണ് എത്തിയത്. അതിനാണ് ഈ ലൊക്കേഷൻ അയച്ചു കൊടുത്തത്. അങ്ങനെ ഒരേ തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിനൊക്കെ വലിയ ആസൂത്രണം ഇവർ നടത്തി എന്നതാണ് പോലീസിന് മനസ്സിലാകുന്നത്. അങ്ങനെയൊക്കെ ആലോചിച്ച് ഉറപ്പിച്ച് എടുത്ത തീരുമാനവും കുറ്റകൃത്യവും നടപ്പിലാക്കിയ കുറ്റകൃത്യവുമായിരുന്നു കരുവാറ്റയിലേത്. സമാനമായ നിലയിൽ വളരെ ആസൂത്രിതമായി നടന്ന ഒരു കൊലപാതകം തെലങ്കാനയിലും സംഭവിച്ചു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. തെലങ്കാനയിലെ നൽഗൊണ്ടയിലാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ കൊലപാതകം അന്വേഷിച്ച പോലീസ് അവസാനം 2 10ാം ക്ലാസ് വിദ്യാർത്ഥികളിലേക്ക് എത്തിപ്പെട്ടത്. അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൊണ്ടമല്ലേപ്പള്ളിയിലെ നാഗാർജുന പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പലും ഡയറക്ടറുമായ കല്ലൂരൂപ റെഡ്ഡിയെയാണ് ഓഗസ്റ്റ് 12-ന് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ശരീരത്തിൽ ഏതാണ്ട് 27 കുത്തേറ്റിരുന്നു. പണത്തിനും ആഡംബര ജീവിതത്തിനും വേണ്ടിയാണ് തങ്ങൾ പ്രിൻസിപ്പലിനെ കൊലപ്പെടുത്തിയതെന്നാണ് ഈ വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരിക്കുന്നത്. സ്കൂൾ ഫീസ് ഇനത്തിലൊക്കെ കിട്ടുന്ന പണം പ്രിൻസിപ്പലിന്റെ വീട്ടിലാണ് സൂക്ഷിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾക്ക് വിവരമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി ആണ് ഇവർ ഈ കൊലപാതകം നടത്തിയത് എന്നതാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നും ഭർത്താവ് ഫോൺ ചെയ്തപ്പോൾ എടുക്കാതിരുന്നതിനെ തുടർന്ന് സംശയം തോന്നുകയും അയൽക്കാരെ വിവരം അറിയിച്ചതിനെ തുടർന്നുമാണ് ഈ കൊലപാതകം പുറത്തറിഞ്ഞത്. അയൽക്കാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചു, വിരലടയാളങ്ങൾ ശേഖരിച്ചു, ഫോൺ കോളുകൾ എന്നിവ കേന്ദ്രീകരിച്ചൊക്കെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഏതാണ്ട് 80-ലധികം പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ആദ്യഘട്ടങ്ങളിലൊന്നും ഈ കുട്ടികളിലേക്ക് സംശയം എത്തുന്ന തരത്തിലുള്ള ഒന്നും പോലീസിന് കണ്ടെത്താനായില്ല. എന്നാൽ മരിക്കുന്നതിന് മുൻപ് രൂപ റെഡ്ഡി ഭർത്താവിന്റെ മാതാവിനെ ഫോൺ ചെയ്തിരുന്നു. ആ ഫോൺ സംഭാഷണത്തിനിടയിൽ ബാബു എന്ന ഒരു വാക്ക് പറഞ്ഞിരുന്നതായി പോലീസ് ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ പോലീസിന് അത് സംബന്ധിച്ചുള്ള ഒരു വിവരം ലഭിച്ചു. ഇതാണ് കേസ് അന്വേഷണത്തിന്റെ വഴിമാറ്റിയത്. ആരാണ് ബാബു എന്ന അന്വേഷണം പോലീസ് തുടങ്ങി. അങ്ങനെ ആ അന്വേഷണമാണ് ഒടുവിൽ ഈ സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിയത്. ഈ പ്രിൻസിപ്പൽ കുട്ടികളെ ബാബു എന്ന് അഭിസംബോധന ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് പോലീസ് എത്തുന്നത്. സംഭവ ദിവസം സ്കൂളിൽ വരാതിരുന്ന 5 വിദ്യാർത്ഥികളിലേക്ക് അങ്ങനെ അന്വേഷണം ഒടുവിൽ ചുരുങ്ങി. അതിൽ 2 പേർ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് പണം ധൂർത്തടിക്കുന്നതായി പോലീസ് കണ്ടെത്തി. അതിനെ തുടർന്ന്
ഈ 2 വിദ്യാർത്ഥികളെയും കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കുറ്റകൃത്യത്തിന്റെ ചുരുളഴിഞ്ഞത്. എന്താണ് ഈ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച കാരണം എന്നത് തേടുമ്പോൾ അവിടെയും നമ്മൾ കരുവാറ്റയിൽ കണ്ടതുപോലെ വലിയ വൈരാഗ്യത്തിൻ്റെ ഒരു പകവീട്ടലിൻ്റെ സംഭവമാണ് പോലീസിന് മറനീക്കാൻ കഴിഞ്ഞത്. പ്രിൻസിപ്പലിനോടുണ്ടായിരുന്ന വൈരാഗ്യമാണ് ഈ കുട്ടികളെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് മനസ്സിലാകുന്നത്. മുൻപ് സ്കൂളിലെ ഹോസ്റ്റലിൽ ഒരു മോഷണം നടത്തിയതിന് പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളെ ശകാരിച്ചിരുന്നു. ഇതിന്റെ ദേഷ്യം ഇവർക്ക് പ്രിൻസിപ്പലിനോടുണ്ടായിരുന്നു. മാത്രവുമല്ല, പ്രതികളിൽ ഒരാൾ മുമ്പ് സ്കൂളിന്റെ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്. ഈ കുട്ടിക്ക് മദ്യം കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു. മാത്രവുമല്ല, വില കൂടിയ ബൈക്കുകളോടൊക്കെ വലിയ താല്പര്യമുണ്ടായിരുന്നു. ഒരു തവണ ഈ കുട്ടിയുടെ മുറി പരിശോധിക്കുമ്പോൾ ആ കുട്ടിയുടെ ബാഗിൽ നിന്നും കുറച്ച് പണവും ഫോണും കണ്ടെത്തി. ഈ സംഭവത്തിൽ പ്രിൻസിപ്പൽ ആ കുട്ടിയെ ശകാരിച്ചു. ഹോസ്റ്റലിൽ നിന്നും കുട്ടിയെ പുറത്താക്കി, വീട്ടുകാരെ അറിയിച്ചു കുട്ടിയെ പുറത്താക്കി. അതിനുശേഷം ഹോസ്റ്റലിൽ നിൽക്കാതെ സ്കൂളിൽ വന്നു പോകുന്ന സംവിധാനത്തിലായി ആ കുട്ടിയുടെ സ്കൂളിലേക്കുള്ള വരവ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിക്ക് പ്രിൻസിപ്പലിനോട് കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നു. സ്കൂൾ ഫീസായി പിരിച്ചെടുക്കുന്ന പണം പ്രിൻസിപ്പലിന്റെ വീട്ടിൽ സൂക്ഷിക്കുന്ന കാര്യവും കുട്ടികൾ മനസ്സിലാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ പ്രിൻസിപ്പലിനെ ആക്രമിച്ച് പണം കവരുന്ന ഒരു ആസൂത്രണം നടത്തിയത്. അതേസമയം പ്രിൻസിപ്പലിനെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും മോഷണമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 2.5 ലക്ഷം രൂപയാണ് വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്നും കവർന്നത്. എന്നാൽ കവർച്ചാ സംഘത്തിലെ ഒരാളെ പ്രിൻസിപ്പൽ തിരിച്ചറിഞ്ഞതോടെ പിടിക്കപ്പെടാതിരിക്കാൻ കൊലപ്പെടുത്തുകയായിരുന്നു. അത് അബദ്ധത്തിൽ സംഭവിച്ചു പോയി എന്നതാണ് ഇപ്പോൾ കുട്ടികൾ പോലീസിനോട് പറയുന്നത്. ഇതിനുശേഷം വിദ്യാർത്ഥികൾ മോഷ്ടിച്ച തുകയുമായി ഗോവയിലോട്ട് പോവുകയും ഐഫോൺ വാങ്ങുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു. ഇതൊന്നുമായി അവർക്കൊരു ബന്ധവുമില്ല എന്ന തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു. പക്ഷേ ഈ സ്കൂളിലേക്ക് ബാബു വിളിയിലൂടെ സ്കൂളിലേക്ക് എത്തുകയും ഈ കുട്ടികളെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞതുമാണ് ഈ അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവായി മാറിയത്. എന്തായാലും ഈ കരുവാറ്റ സംഭവവുമായി ബന്ധപ്പെട്ടും അവർക്ക് ഈ പണം മോഷ്ടിച്ചത് ഐഫോൺ വാങ്ങാൻ ഉദ്ദേശിച്ചായിരുന്നു. അതിൻ്റെ ഒരു കാരണം അതായിരുന്നു. ഇവിടെയും സമാനമാണ്. അപ്പോൾ അങ്ങനെ ഫോണിലേക്കും പണത്തിലേക്കും ആർഭാട ജീവിതത്തിലേക്കുമൊക്കെ കുട്ടികൾ ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ ഒരു കോമൺ ഫാക്ടർ ഈ 2 സംഭവത്തിനും പിന്നിലുണ്ട്. മൊബൈൽ ഉപയോഗത്തിന് വലിയ പങ്കുണ്ട് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്കിടയിൽ വർദ്ധിക്കുന്ന കുറ്റകൃത്യത്തിന് എന്നതാണ് മനസ്സിലാകുന്നത്. പല രാഷ്ട്രങ്ങളും മൊബൈൽ ഉപയോഗം, സമൂഹ മാധ്യമ വിലക്കുകളൊക്കെയും പ്രഖ്യാപിക്കുന്നതും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്തായാലും ഈ 2 സംഭവങ്ങളും നേരത്തെ സൂചിപ്പിച്ച മലേഷ്യയിൽ പിതാവിൻ്റെ തോക്ക് കൊണ്ടുപോയി ഒരു കുട്ടിയെ ഉൾപ്പെടെ വെടിവെച്ച് കൊന്ന ഒരു കുട്ടിയുടെ കഥ, അങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കൂടുതലും കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നു എന്നൊരു സാഹചര്യം, അതിന് വഴിയൊരുക്കുന്ന നിരവധി ഫാക്ടറുകൾ ഒരുക്കിയിരിക്കുന്നു നമ്മുടെ സമൂഹം എന്നതും കൂടി കാണണം. എന്തായാലും കുട്ടികൾ കുറ്റകൃത്യത്തിലേക്ക് പോകുന്നത് കുട്ടികളുടെ മാത്രം കുറ്റമല്ല. അതിന് സമൂഹവും അവരുമായി ചേർന്ന് നിൽക്കുന്നവരൊക്കെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിന് കാരണക്കാരാകുന്നുണ്ട്. ഇന്നലെ ഡോക്ടർ മോഹൻ റോയും നമ്മളോട് വിശദീകരിച്ചത് അങ്ങനെയാണ്. എന്തായാലും സമൂഹം കൂടുതൽ ജാഗരൂകരാകണം. ഈ വിഷയങ്ങളിലൊക്കെ അധികാരികളും കുട്ടികളെ നമുക്ക് തിരിച്ചെത്തിക്കണം, തിരിച്ചു കൊണ്ടുവരണം, അവരെ ശരിയായ പാതയിലെത്തിക്കണം. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടക്കണം. കുട്ടികളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന ഈ വൈകല്യങ്ങൾ എന്തുകൊണ്ട് എന്നത് കണ്ടുപിടിക്കപ്പെടണം. അതിന് ഒരു കൂട്ടായ പരിശ്രമം തന്നെയാണ് വേണ്ടത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അത് കേരളത്തിൽ മാത്രവുമല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഹൈദരാബാദിൽ നിന്നുള്ള, തെലങ്കാനയിൽ നിന്നുള്ള ഈ വാർത്തയും നൽകുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള കൂടി എടുക്കാം. അതിനുശേഷം മറ്റ് ഫോക്കസ് വാർത്തകളിലേക്ക് എത്താം. കണ്ണൂർ മാലൂരിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ പുലി ചത്തു. ജനവാസ മേഖലയിൽ പന്നിക്കെണിയിൽപ്പെട്ട പുലിയെ വനംവകുപ്പ് മയക്കുവെടി വെച്ചാണ് പിടിച്ചത്. പുലിയെന്നും കെണിയെന്നും ഒക്കെ കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തയാണോ എന്ന് പ്രേക്ഷകർ സംശയിച്ചേക്കാം. എന്നാൽ അതല്ല. പുലിയെക്കുറിച്ച് പറഞ്ഞ് കുടുങ്ങിയ നടൻ VK ശ്രീരാമനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്.
പുലിക്കളിക്കെതിരെ അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ വാക്കുകൾക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. കണ്ടാൽ ഓക്കാനം വരുന്ന കലാവൈകൃതം എന്നതാണ് പുലികളിയെ വി കെ ശ്രീരാമൻ വിശേഷിപ്പിച്ചത്. പുലികളി സംഘങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഈ പരാമർശത്തിനെതിരെ രംഗത്തെത്തുകയും മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന് യാതൊരു കുലുക്കവുമില്ല. പകരം തന്റെ പരാമർശത്തെ ന്യായീകരിക്കുന്ന പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. ബോഡി ഷെയ്മിങ്ങും സാംസ്കാരിക പാരമ്പര്യത്തെ ചോദ്യം ചെയ്തും എന്ന നിലയിലൊക്കെയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടാകുന്നത്. പുരുഷന്മാർക്ക് മാറും വയറും വളരുന്നത് രൂപവൈകൃതമാണ്. ആ വൈകൃതത്തെ കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നത് ആഭാസവും. ലോകത്തൊരിടത്തും കണ്ടാൽ ഓക്കാനം വരുന്ന ഇത്തരമൊരു കലാവൈകൃതം ഉണ്ടാവില്ല. ഇതൊരു ഭാരതീയ കലയാണെന്നും നാട്യശാസ്ത്രത്തിൽ ശാർദൂല വിക്രീഡിതം എന്ന ഈ കുംഭകുലുക്കി കളിയെപ്പറ്റി പരാമർശമുണ്ട് എന്നുമാണ് സുബ്രൻ സ്വാമി പറയുന്നത്. അതാണ് ഒരു ആശ്വാസം. ഇതായിരുന്നു വി കെ ശ്രീരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതാണിപ്പോൾ വലിയ വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത്. വി കെ ശ്രീരാമൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പുലിക്കളി കൂട്ടായ്മ ആവശ്യപ്പെട്ടു. തരത്തിലും വ്യാഖ്യാനിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അതിലെല്ലാ കലകളും ഉൾക്കൊള്ളുന്ന സംഗീതവും മെയ്യെഴുത്തും എല്ലാ കലകളും ഉൾക്കൊള്ളുന്ന താളവും നൃത്തവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കലാരൂപമായ പുലിക്കളി അതിന്ന് ലോകഭൂപടത്തിൽ ശ്രദ്ധ നേടിയ പുലിക്കളിയാണ്. കാരണം മെയ്യെഴുത്ത് എന്ന് പറയുന്നത്, ബോഡി ആർട്ട് എന്ന് പറയുന്നത് ലോകം അംഗീകരിച്ച ഒരു കല ആണ്. ആ കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 500ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന ഗിന്നസ് റെക്കോർഡിൽ പോലും ശ്രദ്ധ നേടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഈ കലാരൂപത്തെ അവഹേളിച്ചതിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു കലാരൂപത്തെ അപമാനിക്കുക എന്നുള്ളത് മാത്രമല്ല, പ്രത്യേകിച്ച് ഭാരതീയ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അതിലെ ഏറ്റവും ക്രിമിനൽ ഒഫൻസാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ പരാമർശം പിൻവലിച്ച് പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് കലാകാരന്മാരോട്, പുലിക്കളി പ്രേമികളോട് മാപ്പ് പറയണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ പുലിക്കളി സംഘങ്ങൾ ആവശ്യപ്പെടുന്നത് വി കെ ശ്രീരാമൻ മാപ്പ് പറയണമെന്നതാണ്. ആരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല വി കെ ശ്രീരാമനെ. ഇത് പറഞ്ഞാൽ ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നുണ്ടാകും അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഒരാവശ്യവുമില്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നതൊക്കെയാണ് ഈ പുലിക്കളി സംഘങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നത്. ബോഡി ഷെയ്മിങ്ങിന് കേസ് കൊടുക്കും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എന്നതാണ് ഇവർ സൂചിപ്പിക്കുന്നത്. മുൻപ് എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു വിമർശനം പുലികളിക്ക് നേർക്കുണ്ടായിട്ടുണ്ടോ എന്ന് ഇവർ ചോദിക്കുന്നു. ഏതാണ്ട് 200 കൊല്ലമായിട്ടുള്ളൊരു കലാരൂപമാണ് പുലികളി. വയറുള്ളവരും ഇല്ലാത്തവരും ഒക്കെ പുലികളിയിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ വി കെ ശ്രീരാമന് എന്താണ് ഇങ്ങനെ തോന്നിയതെന്ന് അറിയില്ല. മെയ്യഴകിനാണ് പുലികളിയിൽ പ്രാധാന്യമുള്ളത്. വയറുള്ളവരിൽ കൂടുതൽ മികച്ച രീതിയിൽ പുലി അടയാളങ്ങൾ വരയ്ക്കാൻ കഴിയും. അതാണ് അതിൻ്റെ ഒരു നേട്ടം. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ കൂടുതലും പുലികളായി വരുന്നത് എന്നതൊക്കെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ആ രീതിയിലൊക്കെ വലിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. മാത്രവുമല്ല, ഇത് ഒരു കല, ഒപ്പം തന്നെ പലർക്കും ജീവിതമാർഗവും കൂടിയാണ് ഈ പുലിക്കളി എന്ന് പറയുന്നത്. സിനിമയിൽ കഥാപാത്രത്തിന് വേണ്ടി തടി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന താരങ്ങളെ നമുക്ക് കാണാം. അപ്പോൾ അതിലൊന്നും വി കെ ശ്രീരാമന് പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് പുലിക്കളിക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു മോശം പരാമർശം നടത്തിയത് എന്നതാണ് ഉയരുന്ന ചോദ്യം. അങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. വി കെ ശ്രീരാമന്റെ ഫേസ്ബുക്ക് കുറിപ്പിനെതിരെ വ്യാപക വിമർശനമുയരുന്ന സാഹചര്യത്തിൽ തൃശൂർ എംപിയും നടനുമായ സുരേഷ് ഗോപിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഇങ്ങനെ ഒരു ആക്ഷേപം വി കെ ശ്രീരാമൻ ഉന്നയിക്കുമെന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെയുണ്ടെങ്കിൽ അത് സങ്കടകരമാണ് എന്നതാണ് സുരേഷ് ഗോപി പറയുന്നത്. തൃശൂർ പൂരത്തിനോളം വലിപ്പമുള്ള ജനസഞ്ചയം പുലിക്കളി കാണാനെത്തുന്നുണ്ട്. അത് വൈകൃതമായത് കൊണ്ടാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്നതാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത്. ആ കലാരൂപത്തിനുള്ള പ്രസക്തി കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഇപ്പോൾ ധനസഹായം അനുവദിച്ചിരിക്കുന്നത് എന്നത് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ദിവസമാണ് ഏതാണ്ട് 24 ലക്ഷം രൂപ പുലികളി സംഘങ്ങൾക്ക് കൈമാറിയത്. ഒരു കലാകാരൻ എന്ന നിലയിൽ പുലികളി പണ്ട് മുതലേ തനിക്ക് ഇഷ്ടമാണ്. പാവങ്ങളാണ് ഈ കലാപ്രകടനവുമായി സമൂഹത്തെ ആനന്ദിപ്പിക്കാൻ എത്തുന്നത്. പുലികളി ജനങ്ങളുടെ ഉത്സവമാണെന്നും പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. രാജ്യസഭാ അംഗമായിരുന്നപ്പോൾ 1 ലക്ഷം രൂപ വീതം സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ വഴി പുലികളി സംഘങ്ങൾക്ക് നൽകിയിരുന്നു. പിന്നീട് 50,000 രൂപ വീതം താൻ നേരിട്ടും നൽകിയിരുന്നു. പിന്നീട് ടൂറിസം സഹമന്ത്രി ആയപ്പോഴാണ് ഇപ്പോൾ കൂടുതൽ തുക അനുവദിപ്പിക്കാൻ കഴിഞ്ഞത് എന്നതും സുരേഷ് ഗോപി പറയുന്നുണ്ട്. അങ്ങനെ
എന്തായാലും വി കെ ശ്രീരാമൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. എന്നാൽ മനോജ് വെള്ളനാടിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാട്ടി താൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നത് വിശദീകരിക്കുകയാണ് ഇപ്പോൾ വി കെ ശ്രീരാമൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ തടി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു വിശദീകരണ കുറിപ്പ് അദ്ദേഹം നൽകുന്നത്. എന്തായാലും അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകളാണ് വലിയ രീതിയിൽ ഈ ചർച്ചകളെ കൊണ്ടുപോകുന്നത്. ആഭാസമെന്നും വൈകൃതമെന്നുമുള്ള പദപ്രയോഗങ്ങളാണ് വലിയ വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത്. വി കെ ശ്രീരാമൻ ചൂണ്ടിക്കാട്ടിയത് ഒരു കലാവിമർശനത്തിൽ ഒതുങ്ങാതെ പോയതും ഈ പദപ്രയോഗങ്ങൾ കൊണ്ടാണ്. പുലികളിയുടെ സാംസ്കാരിക പാരമ്പര്യവും കലാകാരന്മാരുടെ ഉപജീവനം എന്ന ആ ഒരു സാധ്യതയും ഒപ്പം ബോഡി ഷെയ്മിങ് എന്നിവ ചുറ്റിപ്പറ്റിയൊക്കെയുള്ള വലിയ വിമർശനവും ചർച്ചയുമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയുമോ വി കെ ശ്രീരാമൻ എന്നതാണ് ഇനി അറിയേണ്ടത്. അതോ ഈ വിവാദം ഇനി കോടതി കയറുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും പുലികളിക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് തൃശ്ശൂരിൽ. ഈ വിവാദം പുലികളിയുടെ ആവേശം കൂട്ടുമോ എന്നും അറിയേണ്ടതുണ്ട്. കശ്മീരിൽ അമേരിക്കയുടെ നിലപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ജമ്മു കാശ്മീരിന്റെ ഇന്ത്യയുടെ പ്രധാന ഭാഗമെന്ന് വിശേഷിപ്പിച്ച ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോറിന്റെ പരാമർശം വലിയ ചർച്ചയാവുകയാണ്. പരാമർശത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്ന പാകിസ്ഥാൻ ഇസ്ലാമാബാദിലെ മുതിർന്ന US നയതന്ത്രജ്ഞ നതാലി ബേക്കറെ വിളിച്ചുവരുത്തി ഔദ്യോഗികമായി പ്രതിഷേധം അറിയിച്ചു. കശ്മീർ വിഷയത്തിൽ അമേരിക്ക തങ്ങളുടെ മുൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കണം എന്നതാണ് പാകിസ്ഥാന്റെ ആവശ്യം. എന്തായാലും സെർജിയോ ഗോറിന്റെ പരാമർശം പുതിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ ആദ്യ സന്ദർശനത്തിനിടെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഗോർ കശ്മീർ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് വ്യക്തമാക്കിയത്. കഴിഞ്ഞ 8 പതിറ്റാണ്ടിനിടെ കശ്മീർ വിഷയത്തിൽ അമേരിക്ക പല ഘട്ടങ്ങളിൽ വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. വാഷിംഗ്ടണിന്റെ തന്ത്രപരമായ താൽപര്യങ്ങൾ, ശീതയുദ്ധം, ഇന്ത്യ പാക് ബന്ധം, അഫ്ഗാനിസ്ഥാൻ എന്നിവയെല്ലാം അമേരിക്കൻ നിലപാടിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അമേരിക്കൻ നിലപാടിലെ നിർണായക മാറ്റമാണ് സെർജിയോയുടെ വാക്കുകളിലൂടെ ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്രീനഗറിലെ 2 ദിവസത്തെ സന്ദർശനത്തിനിടെ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു സെർജിയോ ഗോർ ജമ്മുകാശ്മീർ ഇന്ത്യയുടെ പ്രധാന ഘടകമാണെന്ന പരാമർശം നടത്തിയത്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം മെച്ചപ്പെട്ടതായി വിലയിരുത്തിയ ഗോർ ജമ്മുകാശ്മീരിലേക്കുള്ള യാത്ര സംബന്ധിച്ച US-ന്റെ ട്രാവൽ അഡ്വൈസറി പുനഃപരിശോധിക്കുമെന്നും സൂചിപ്പിച്ചിരുന്നു. കേന്ദ്ര സർക്കാരും കേന്ദ്ര ഭരണകൂടവും സുരക്ഷ വർദ്ധിപ്പിക്കാൻ സ്വീകരിച്ച നടപടികളെ ഗോർ അഭിനന്ദിച്ചു. ജമ്മുകാശ്മീർ സന്ദർശനത്തിൽ താൻ അതീവ സന്തോഷവാനാണെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം സഹായിക്കുമെന്നും ഗോർ പറഞ്ഞു. ഒമർ അബ്ദുള്ളയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ക്രിയാത്മകമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. US അംബാസിഡറുടെ പരാമർശം തള്ളിക്കളഞ്ഞ പാകിസ്ഥാനിലെയും US അംബാസിഡറുടെ പദവി വഹിക്കുന്ന സെർജിയോ ഗോറിൽ നിന്ന് വിശദീകരണം തേടി ഗോറിനെ വിളിപ്പിച്ചിട്ടുണ്ടെന്നും ശക്തമായ നയതന്ത്ര ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്ലാമാബാദിലെ മുതിർന്ന US നയതന്ത്രജ്ഞ നതാലി ബേക്കറെ വിളിച്ചുവരുത്തിയും പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രതിഷേധം അറിയിച്ചു. കശ്മീർ തർക്ക വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടിന് വിരുദ്ധമാണ് ഈ പരാമർശമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. കശ്മീർ വിഷയത്തിൽ അമേരിക്ക തങ്ങളുടെ മുൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കണമെന്നും അത്തരം വിഷയങ്ങളിൽ പ്രസ്താവന നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തണമെന്നും ആവശ്യപ്പെട്ടു. ജമ്മുകാശ്മീർ അന്താരാഷ്ട്ര അംഗീകാരമുള്ള തർക്ക പ്രദേശമാണ് എന്നും ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾക്കും കശ്മീരി ജനതയുടെ താൽപര്യങ്ങൾക്കും അനുസൃതമായി മാത്രമേ ഇതിന്റെ അന്തിമ തീർപ്പുണ്ടാകാവൂ എന്നും പാകിസ്ഥാൻ ആവർത്തിച്ചു. ഗോറിന്റെ പ്രസ്താവന ഉത്തരവാദിത്തമില്ലാത്തതും അമേരിക്കയുടെ ദീർഘകാല നിലപാടിന് വിരുദ്ധവുമാണ് എന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദക്ഷിണ മധ്യേഷ്യ പ്രത്യേക പ്രതിനിധിയായിരുന്നു ഗോർ. ജമ്മുകാശ്മീരിലൂന്നിയുള്ള US-ഇന്ത്യ ബന്ധത്തെക്കുറിച്ച് ഗോറുമായി ചർച്ച നടത്താൻ അവസരം ലഭിച്ചെന്നും മികച്ച കൂടിക്കാഴ്ചയായിരുന്നു ഇത് എന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒമർ അബ്ദുള്ള അറിയിച്ചിരുന്നു. ജമ്മുകാശ്മീരിൽ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാനാകും എന്നതിന് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു എന്നതാണ് ഒമർ അബ്ദുള്ള പറയുന്നത്. ചില കാര്യങ്ങളിലുള്ള തർക്കങ്ങൾ കാലക്രമേണ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും, ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നാണ് കരുതുന്നതെന്നും ഒമർ അബ്ദുള്ള പറഞ്ഞിരുന്നു. ഒമർ അബ്ദുള്ളയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം.
इनको तो समन नहीं किया, वहाँ जो चार्ज द अफेयर्स हैं उनको। ये तो पाकिस्तान और अमेरिका का मामला है, इसमें ना आप कोई कुछ कर सकते हैं, ना मैं। अमेरिकन एम्बेसडर ने जो कहा सो कहा, अब वो उन दोनों मुल्कों के दरमियान है। 1947 ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടതിന് പിന്നാലെയാണ് കശ്മീർ പ്രശ്നം രൂക്ഷമായത്. കശ്മീരിലെ യുദ്ധം ആരംഭിച്ചതോടെ ഇന്ത്യ വിഷയം ഐക്യരാഷ്ട്രസഭയിലെത്തിച്ചു. ഈ 8 പതിറ്റാണ്ടിനിടെ കശ്മീർ വിഷയത്തിൽ അമേരിക്ക സ്വീകരിച്ച നിലപാട് പല ഘട്ടങ്ങളിലായി മാറ്റിയിട്ടുണ്ട്. വാഷിംഗ്ടണിന്റെ തന്ത്രപരമായ താൽപര്യങ്ങൾ, ശീതയുദ്ധം, ഇന്ത്യ പാക് ബന്ധം, അഫ്ഗാനിസ്ഥാൻ എന്നിവയെല്ലാം US നിലപാടിനെ സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങളാണ്. ആദ്യകാലത്ത് കശ്മീർ പ്രശ്നത്തിന് ഇന്ത്യയും പാകിസ്ഥാനും ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്തണമെന്നും ആവശ്യമായാൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നുമായിരുന്നു അമേരിക്കയുടെ നിലപാട്. എന്നാൽ ശീതയുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ദക്ഷിണേഷ്യയോടുള്ള അമേരിക്കൻ സമീപനത്തിൽ മാറ്റം വന്നു. സോവിയറ്റ് യൂണിയനെതിരായ തന്ത്രത്തിന്റെ ഭാഗമായി പാകിസ്ഥാനുമായി അമേരിക്കയ്ക്ക് ശക്തമായ ബന്ധം സ്ഥാപിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇതോടെ കശ്മീർ വിഷയത്തിൽ പലപ്പോഴും അമേരിക്കയുടെ സമീപനം ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം നിലപാടുകളിൽ കാര്യമായ മാറ്റമുണ്ടായി. 72 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഷിംല കരാർ കശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നതിൽ ഊന്നൽ നൽകി. ഇതോടെ കശ്മീർ പ്രശ്നത്തിൽ ഉഭയകക്ഷി പരിഹാരമെന്ന ഇന്ത്യയുടെ നിലപാടിനെ അമേരിക്ക പിന്തുണയ്ക്കാൻ തുടങ്ങി. 1990കളിൽ കശ്മീരിലെ തീവ്രവാദവും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും ശക്തമായതോടെ അമേരിക്കയുടെ ശ്രദ്ധ വീണ്ടും ഈ മേഖലയിലേക്ക് തിരിഞ്ഞു. ആണവായുധശേഷിയുള്ള 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്ന നിലയിൽ അമേരിക്ക ഇതിനെ കാണുകയും ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന സമീപനമാണ് പിന്നീട് കൂടുതൽ ശക്തമായത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ ആദ്യ കാലയളവിൽ കശ്മീർ വിഷയത്തിൽ അമേരിക്കൻ മധ്യസ്ഥതയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയർന്നു വന്നു. ഇന്ത്യ പാകിസ്ഥാൻ തർക്കത്തിൽ ഇടപെടാൻ തയ്യാറാണെന്ന ട്രംപിന്റെ പരാമർശങ്ങൾ രാജ്യത്ത് വലിയ പ്രതികരണത്തിനിടയാക്കി. കശ്മീർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി വിഷയമാണെന്നും മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത ആവശ്യമില്ല എന്നുമായിരുന്നു ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട്. 2019 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തതോടെ കശ്മീർ വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധ നേടി. എന്നാൽ അമേരിക്കൻ ഭരണകൂടം കശ്മീർ വിഷയത്തിൽ മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകളാണ് പരിഹാരത്തിന് വഴി എന്നുമായിരുന്നു വ്യക്തമാക്കിയത്. ട്രംപ് പിന്നീട് പലതവണയും മധ്യസ്ഥതയെക്കുറിച്ചുള്ള തന്റെ വാദം ആവർത്തിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ ഈ നിലപാടിന് കാരണം എന്താണ്? സെർജിയോ ഗോറിന്റെ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെങ്കിലും കശ്മീരിനെക്കുറിച്ചുള്ള അമേരിക്കയുടെ ഔദ്യോഗിക നയം പൂർണ്ണമായും മാറിയെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാകില്ല. എന്നാൽ ഇത് ഇന്ത്യയുടെ നിലപാടിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് പറയാം. മാത്രവുമല്ല, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുതൽ ശക്തമായിട്ടുണ്ട്. വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. പ്രതിരോധം, സാങ്കേതികവിദ്യ എന്നിവയിൽ വലിയ സഹകരണമുണ്ട്. ചൈനയുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും അടുത്ത സഹകരണം തുടരുന്നുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കശ്മീരിനെ കുറിച്ചുള്ള അമേരിക്കൻ നയതന്ത്ര ഭാഷയിലെ മാറ്റം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലും അടുത്തിടെ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ മധ്യസ്ഥ ചർച്ചകളിൽ ഇടപെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ അതിനാൽ ദക്ഷിണേഷ്യയിലെ ശക്തി സമവാക്യങ്ങളുടെ ഭാഗമായും ഗോറിന്റെ പ്രസ്താവനയെ കാണേണ്ടതുണ്ട്. ഇന്ത്യ എന്തായാലും ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലും അടുത്തിടെ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ദക്ഷിണേഷ്യയിലെ ശക്തി സമവാക്യങ്ങളുടെ ഭാഗമായി ഗോറിന്റെ പ്രസ്താവനയെ കാണാം. കശ്മീരിലെ സുരക്ഷാ സാഹചര്യം മെച്ചപ്പെട്ടതായി ഗോർ അഭിപ്രായപ്പെട്ടതും അമേരിക്കയുടെ യാത്രാ മുന്നറിയിപ്പ് പുനഃപരിശോധിക്കാനുള്ള സാധ്യതയും സൂചിപ്പിച്ചതും ശ്രദ്ധേയമാണ്. നിലവിലെ യാത്രാ മുന്നറിയിപ്പ് കുറയ്ക്കുന്നതിലൂടെ കൂടുതൽ അമേരിക്കൻ വിനോദസഞ്ചാരികൾ കശ്മീരിലെത്തുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതിനപ്പുറം ഈ പ്രസ്താവനയുടെ നയതന്ത്ര പ്രാധാന്യം എന്താണെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്. ഒരിടവേള കൂടിയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.
പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. സാമ്പത്തിക യുദ്ധവും വാക്കുകൾ കൊണ്ടുള്ള ഏറ്റുമുട്ടലും തുടരുകയാണ്. ഇറാനെതിരെ എക്കണോമിക് ഡേ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനുള്ള നീക്കമാണ് ട്രംപ് ശക്തമാക്കിയിരിക്കുന്നത്. ഇറാന് മാത്രമല്ല, ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന ഏത് രാജ്യവും കനത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ട്രംപ് പുതിയ നീക്കങ്ങൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ശക്തമായ സാമ്പത്തിക യുദ്ധം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഹോർമുസിൽ അമേരിക്ക മേധാവിത്വം ഉറപ്പിച്ചുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ട്രംപിന്റെ സാമ്പത്തിക യുദ്ധം കൂടുതൽ ശക്തമാക്കുന്നത്. എന്നാൽ ഇതിലും ഒട്ടും കൂസലില്ലാത്ത പ്രതികരണമാണ് ഇറാനിൽ നിന്നുണ്ടാകുന്നത്. അമേരിക്ക ഈ യുദ്ധവും തോൽക്കാൻ പോവുകയാണ് എന്നാണ് ഇറാൻ പറയുന്നത്. മാത്രമല്ല, ഇനി ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടലുണ്ടായാൽ കൂടുതൽ വിനാശകാരിയായ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്ന് IRGCയും ഭീഷണി മുഴക്കുന്നു. ട്രംപിന്റെ പുതിയ സാമ്പത്തിക യുദ്ധം ഇറാനെ മുട്ടുകുത്തിക്കുമോ എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഒരു രാജ്യത്തിനെതിരെ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കടുത്ത സാമ്പത്തിക നടപടിയാണ് ഇറാനെതിരെ പ്രഖ്യാപിക്കുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ട്രംപ് ഇറാനെതിരായ സാമ്പത്തിക യുദ്ധ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇറാൻ ഉയർത്തുന്ന ഭീഷണി നേരിടാനും അവരെ ഒറ്റപ്പെടുത്താനും പരാജയപ്പെടുത്താനും അമേരിക്കയ്ക്കൊപ്പം സഖ്യകക്ഷികൾ നിലയുറപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു. ട്രൂത്ത് സോഷ്യൽ വഴിയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. എക്കണോമിക് ഡേ പ്രഖ്യാപിച്ച ട്രംപ് ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന ഏത് രാജ്യവും കനത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. എണ്ണക്കടത്ത്, സ്വാപ്പ് ലൈനുകൾ, പണമിടപാടുകൾ, എക്സ്ചേഞ്ച് ഹൌസുകൾ, കപ്പൽ രജിസ്ട്രേഷനുകൾ, വ്യാജ കമ്പനികൾ തുടങ്ങിയവയുമായുള്ള ബന്ധം ഉടൻ അവസാനിപ്പിക്കണം എന്നതാണ് ട്രംപ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ പിന്തുണയോ നൽകാൻ ധനകാര്യ സ്ഥാപനങ്ങളെയോ ബിസിനസ്സുകളെയോ വിമാനത്താവളങ്ങളെയോ സർക്കാർ സംവിധാനങ്ങളെയോ അനുവദിക്കുന്ന ഏത് രാജ്യവും കനത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് രാജ്യങ്ങൾക്ക് തന്നെ നന്നായി അറിയാമെന്നും ട്രംപ് പറയുന്നു. ഇറാനുമായി ഒരു കരാറിലെത്താൻ താൻ നൽകിയതിനേക്കാൾ വലിയൊരു അവസരം മറ്റാരും നൽകിയിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ആ അവസരം പ്രയോജനപ്പെടുത്തുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടെന്നും ട്രംപ് പറയുന്നു. താൻ പ്രഖ്യാപിച്ച പുതിയ നീക്കം അഭൂതപൂർവമായ സാമ്പത്തിക യുദ്ധവും ഒറ്റപ്പെടുത്തലുമായിരിക്കും ഇറാൻ ഉണ്ടാക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ നാവികസേന തകർന്നിരിക്കുകയാണ്. വ്യോമസേന ആകെ നശിപ്പിക്കപ്പെട്ടു. സൈനിക ഫാക്ടറികൾ അവശിഷ്ടങ്ങളായി മാറിയിരിക്കുന്നു. അവരുടെ കറൻസിക്ക് യാതൊരു മൂല്യവുമില്ല. രാജ്യം തന്നെ തകർച്ചയുടെ വക്കിലാണെന്നും ട്രംപ് പറയുന്നു. ഇതൊരു നിർണായക സാമ്പത്തിക പോരാട്ടമായിരിക്കും എന്നതാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ആ ഭ്രാന്തന്മാർ ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് എന്നതാണ് പരിഹസിച്ചുകൊണ്ട് പറയുന്നത്. ചരിത്രപ്രധാനമായ ഈ നടപടികൾ അവരെയും ആഗോളതലത്തിൽ ഭീകരത പടർത്താനുള്ള അവരുടെ ശേഷിയെയും തകർത്തെറിയും എന്ന് ട്രംപ് അവകാശപ്പെട്ടു. ട്രംപിന്റെ ഈ ഭീഷണിക്ക് പിന്നാലെ ഇറാന്റെ മറുപടി വന്നു. നിലവിലെ സാമ്പത്തിക യുദ്ധത്തിലും അമേരിക്ക തോൽക്കും എന്നതാണ് ഇറാൻ പ്രഖ്യാപിക്കുന്നത്. ഇറാൻ അമേരിക്കയുടെ കുതിച്ചുയർന്ന കടത്തിൽ നിന്നും പലിശ നിരക്കിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നതെന്നും കുറ്റപ്പെടുത്തി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചിയാണ് ഇക്കാര്യം പറഞ്ഞത്. പരാജയപ്പെട്ട നയങ്ങൾ വീണ്ടും നടപ്പിലാക്കുന്നത് അമേരിക്കയെ കൂടുതൽ പരാജയങ്ങളിലേക്ക് മാത്രമേ നയിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരാജയപ്പെട്ട നയങ്ങൾ എന്നതുകൊണ്ട് അഗ്രച്ചി ഉദ്ദേശിച്ചത് നേരത്തെയും സാമ്പത്തികമായി ഇറാനെ എത്രയോ പതിറ്റാണ്ടായി അമേരിക്ക വരിഞ്ഞു മുറുക്കുകയായിരുന്നു. അതൊക്കെയും മറികടന്ന രാഷ്ട്രമാണ് തങ്ങളുടേത്. അതിനുശേഷമാണ് നേരിട്ടുള്ള യുദ്ധം തുടങ്ങിയത്. അതിലും പരാജയപ്പെട്ടതിന് ശേഷമല്ലേ ട്രംപ് ഇപ്പോൾ സാമ്പത്തിക യുദ്ധം വീണ്ടും കടുപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഇറാൻ ചോദിക്കുന്നത്. യുഎസിന്റെ സാമ്പത്തിക ഭീകരവാദം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും രാജ്യങ്ങളുടെ പരമാധികാരത്തിനും ഭീഷണിയാണ് എന്നും അബ്ബാസ് അഗ്രച്ചി എക്സിൽ കുറിച്ചു. ഭീഷണിയുമായി IRGCയും രംഗത്ത് വന്നു. ഇറാൻ ഇപ്പോഴും ആയുധങ്ങളുടെ ഉൽപാദനം തുടരുകയാണെന്നും വീണ്ടും ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ കൂടുതൽ വിനാശകാരിയായ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്നുമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വക്താവ് സർദാർ മൊഹബ്ബി പറഞ്ഞത്. ഇറാന്റെ സർക്കാർ നിയന്ത്രണത്തിലുള്ള വാർത്താ സംപ്രേഷണ സ്ഥാപനമായ IRIB ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. IRGC മിസൈലുകളിൽ ഉപയോഗിക്കുന്ന വാർഹെഡുകളുടെ വിനാശശേഷി മുൻ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചതിനേക്കാൾ വളരെ കൂടുതലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ നമ്മുടെ ആയുധങ്ങൾ എല്ലാ തരത്തിലും മുൻകാലത്തേതിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായിരിക്കുമെന്നതാണ് മൊഹബ്ബിയെ മുന്നറിയിപ്പ് നൽകിയത്. കടുത്ത ആഭ്യന്തര പ്രതിഷേധങ്ങളിൽ നിന്നാണ് ഇറാൻ യുദ്ധത്തിലേക്ക് നീങ്ങിയത്. യുദ്ധം 5 മാസം പിന്നിടുമ്പോൾ
ഇറാനിൽ ജനജീവിതം ദുസ്സഹമാണ്. വിലക്കയറ്റവും ദുർബലമാകുന്ന കറൻസിയും കാരണം ഇറാനികൾ ദിവസേന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. വർഷാന്തര പണപ്പെരുപ്പ നിരക്ക് 87% മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഭക്ഷണത്തിന്റെയും പാനീയങ്ങളുടെയും വിലയിൽ ഏകദേശം 130% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നിലധികം ജോലികൾ ചെയ്താലും ജീവിത ചെലവുകൾ കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇറാനിലെ ജനങ്ങൾ. ഈ സാഹചര്യത്തിലും ഉപരോധം കടുപ്പിക്കുന്നത് ഇറാൻ എന്തായാലും കനത്ത തിരിച്ചടി തന്നെയാകും. ചൈന കഴിഞ്ഞാൽ ഇറാന്റെ പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളിയായിരുന്നു UAE. കഴിഞ്ഞ ദിവസമാണ് UAE ഇറാനുമായുള്ള എല്ലാ വ്യാപാര വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും നിർത്തിവെച്ചത്. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഇരുട്ടടി കൂടി വരുന്നത്. എന്നാൽ വർഷങ്ങളായി ഉപരോധങ്ങളെ നേരിടുന്ന ഇറാൻ ചൈന പോലുള്ള രാജ്യങ്ങളുമായുള്ള വ്യാപാരം, ഇടനില കമ്പനികൾ തുടങ്ങിയ വഴികളിലൂടെ നിയന്ത്രണങ്ങളെ മറികടക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഉപരോധത്തിന്റെ യഥാർത്ഥ ആഘാതം പ്രധാനമായും ചൈനയും മറ്റിറാന്റെ വ്യാപാര പങ്കാളികളും ട്രംപിന്റെ നടപടികൾ എത്രത്തോളം പാലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക. ഭാവിയിൽ ഉചിതമായ ഒരു ഘട്ടത്തിൽ ഇറാനുമായി വീണ്ടും നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാൻ അമേരിക്ക തയ്യാറായേക്കുമെന്ന് ട്രംപ് സൂചിപ്പിച്ചിരുന്നു. ഈ സാധ്യത പ്രയോജനപ്പെടുത്താൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇപ്പോഴും ട്രംപ് ശ്രമിക്കുന്നത്. ഇറാൻ ഈ സാമ്പത്തിക യുദ്ധവും മറികടക്കുമോ അതോ കീഴടങ്ങുമോ എന്നാണ് അറിയേണ്ടത്. ഇനി നമുക്ക് മറ്റു ചില വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കാം. മെസ്സിയെ കൊണ്ടുവരാൻ എന്ന പേരിൽ GST വെട്ടിപ്പ് നടന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ. മെസ്സിയുടെ പേരിൽ പുട്ടടിച്ച കാര്യം പുറത്തുവരും. നിയമം ലംഘിച്ചവർക്കെതിരെ കർശന നടപടി ഉറപ്പെന്നും മന്ത്രി. മുട്ടിൽ കേസിൽ അഗസ്ത്യൻ സഹോദരന്മാർക്ക് തിരിച്ചടി. വിചാരണ ഒഴിവാക്കണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ചോറ്റാനിക്കര കോടതിയിൽ നാടകീയ രംഗങ്ങളുണ്ടായി. മാധ്യമങ്ങളോട് തട്ടിക്കയറി റോജി അഗസ്ത്യൻ. മറ്റു പ്രതികൾ ഹാജരാകാത്തതിൽ കോടതിയുടെ രൂക്ഷ വിമർശനം. തന്നെ കുടുക്കിയതാണെന്ന് വടകര MDMA കേസിലെ പ്രതി കാവ്യ. കീർത്തന പറയുന്നത് വിശ്വസിക്കരുതെന്ന് കാവ്യ ന്യൂസ് 8നോട്. കാവ്യയെ കസ്റ്റഡിയിൽ വിട്ട് കോടതി. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് പ്രമേയമാക്കി പൃഥ്വിരാജിന്റെ പുതിയ ചിത്രം ഖലീഫ. നയതന്ത്ര ബാഗേജിൽ നിന്ന് സ്വർണം പിടിച്ചെടുക്കുന്ന രംഗം ചിത്രത്തിൽ. ആദ്യ ഷോയ്ക്ക് മികച്ച പ്രതികരണം. കാസർഗോഡ് എയിംസ് കൊണ്ടുവരാൻ നീക്കം ആരംഭിച്ച ജില്ലാ ഭരണകൂടം. പെരിയയിൽ 274 ഏക്കർ ഭൂമി കണ്ടെത്തി. ഭൂമി അനുയോജ്യമെന്ന് കാട്ടി സർക്കാരിന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. മുഖ്യമന്ത്രി കേരളയിൽ സമരക്കാരെ മറന്നു. സമരക്കാർക്കെതിരായ കേസുകൾ പിൻവലിച്ചില്ല. കോടതിയിൽ നിലപാട് പറയാതെ പ്രോസിക്യൂഷൻ. കോടതി കയറിയിറങ്ങി സമര നേതാക്കൾ. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും മുഖ്യമന്ത്രിയെ കാണാൻ തീരുമാനം. എഥനോൾ ഉണ്ടാക്കാൻ കരിമ്പ് കൊണ്ടുപോകുന്നു. പഞ്ചസാരയ്ക്ക് വൻ വിലക്കയറ്റം. 15 ദിവസത്തിനിടെ 6 രൂപ കൂടി. ഒരു വർഷത്തിനിടെ 13% വില വർധന. പ്രതിസന്ധി രൂക്ഷമാക്കി കരിമ്പ് കൃഷി കുറയുകയും ചെയ്യുന്നു. മലപ്പുറം തിരൂരിൽ യുവതിക്ക് സഹോദരി ഭർത്താവിന്റെ ക്രൂരമർദ്ദനം. മർദ്ദന ദൃശ്യങ്ങൾ പുറത്ത്. ഭാര്യയ്ക്കും മർദ്ദനമേറ്റു. കുടുംബ പ്രശ്നമാണ് മർദ്ദന കാരണമെന്ന് സൂചന. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷിക്കാരനായ 21-കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ 3 പേർ പിടിയിൽ. നെയ്യാറ്റിൻകര അവണാങ്കുഴി സ്വദേശികളായ റംസി, ജിത്തു, അരുൺജിത്ത് എന്നിവരാണ് പിടിയിലായത്. പാലക്കാട് തിരുവാഴിയോട് കണ്ടെയ്നർ ലോറി ആണ്ടുകൾക്കിടയിലേക്ക് പാഞ്ഞു കയറി. ഒരു സ്ത്രീക്ക് ഗുരുതര പരിക്ക്. റോഡരികിൽ നിന്നിരുന്ന 2 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടയിലേക്കാണ് ലോറി മറിഞ്ഞത്. തൃശൂർ വാണിയംപാറയിൽ വ്യത്യസ്തയിടങ്ങളിൽ 2 അപകടങ്ങൾ. വാണിയംപാറ ബസ് സ്റ്റോപ്പിന് സമീപമാണ് 2 അപകടങ്ങൾ ഉണ്ടായത്. തൃശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയ പാഴ്സൽ ലോറിയാണ് ആദ്യം അപകടത്തിൽപ്പെട്ടത്. പിന്നാലെ പാലക്കാട് നിന്ന് തൃശൂരിലേക്ക് വന്നിരുന്ന പിക്കപ്പ് അപകടത്തിൽപ്പെട്ടു. ഡ്രൈവർമാർ ഉറങ്ങിപ്പോയതാണ് 2 അപകടങ്ങൾക്കും കാരണം. പാലക്കാട് കോട്ടായിയിൽ നീന്തൽക്കുളത്തിൽ വീണ് 5 വയസ്സുകാരന് ദാരുണാന്ത്യം. കൊടുങ്ങല്ലൂർ സ്വദേശി ബിനാഫിന്റെ മകൻ റിഹാൻ അഹമ്മദാണ് മരിച്ചത്. റിസോർട്ടിലാണ് അപകടമുണ്ടായത്. വൈകുന്നേരത്തിന്റെ സമയം അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.